കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനിറങ്ങി പുത്തനങ്ങാടി സെന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നല്ലപാടം പ്രവർത്തകർ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നല്ലപാടം പ്രവർത്തകർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പുത്തനങ്ങാടി സെന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നല്ലപാടം ക്ലബ്ബും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. മലപ്പുറം ജില്ലയിലെ മികച്ച സേവനത്തിനുള്ള അവാർഡ് ജേതാവും സർക്കിൾ ഇൻസ്പെക്ടറുമായ സുമിൽ സുധാകരനോട് സംശയങ്ങളും ചോദ്യങ്ങളും വിദ്യാർത്ഥികൾ ആരാഞ്ഞു. എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം സന്തോഷപൂർവ്വം ഉത്തരം നൽകി. 200 ഗ്രാം കഞ്ചാവാണ് ഒരാളുടെ കയ്യിൽ നിന്ന്. 200 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു 10-50 പേർക്ക് യൂസ് ചെയ്യാനുള്ള സാധനം. അപ്പം ഈ 200 ഗ്രാം കഞ്ചാവുമായിട്ട് ഒരാളെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന എന്താ, നമ്മളിവിടെ കൊണ്ടുവന്ന് FIR രജിസ്റ്റർ ചെയ്യും, പക്ഷെ അവന് നമുക്ക് റിമാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഇവിടുന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ അവനെ കൊണ്ടുപോകും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഞങ്ങളിത് പറഞ്ഞു കൊടുത്ത് ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് ഞങ്ങൾ പിടിച്ചിട്ട് അവൻ 2 മണിക്കൂർ കൊണ്ട് വീണ്ടും എണീറ്റ് വീട്ടിൽ വന്നു. അപ്പം നമ്മളുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അതിൻ്റെ ഒരു അവയർനെസ് എന്തായാലും ആർക്കൊണ്ടാണ്, ജനങ്ങൾക്കൊണ്ടാണ്. കാരണം ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ബേസ്ഡാണ്. ഇപ്പോൾ വേറെ രാസലഹരികളൊക്കെ ആണെങ്കിലും അതിൻ്റെ ചിലതൊക്കെ 1 ഗ്രാം വരെയാണ് അതിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റിയാണ്. ചിലതൊക്കെ അതിന് വളരെ 0.01 ഗ്രാമൊക്കെ സ്മോൾ ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ്. 0.1 ഗ്രാം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആകുന്ന രാസലഹരികളൊക്കെയാണ്. പക്ഷേ അതൊക്കെ നമുക്ക് അവൈലബിൾ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അതാണിപ്പോൾ എല്ലാവരും കയ്യിൽ വെക്കുന്നത്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനും ജനപ്രതിനിധികളുടെയും പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂളിന്റെയും ലഹരിക്കെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം കുട്ടികൾക്ക് ഉറപ്പു നൽകി. ഞങ്ങൾ സെന്റ് ജോസഫ് സ്കൂളിലെ നല്ലപാടം പദ്ധതിക്ക് ഇതായിട്ടാണ് ലഹരിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഞങ്ങൾക്ക് ലഹരിയെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് വളരെ വിശദമായി പറഞ്ഞു തന്നു ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ സർ. ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ നിന്നുണ്ടായത്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചോദ്യത്തിനെല്ലാം ഉത്തരവും തന്ന് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഒക്കെ ഞങ്ങളെ സഹായിച്ചു. നല്ലപാടം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂടെ സെൻറ്റ് ജോസഫ് സ്കൂളും ഇന്നത്തെ ഏറ്റവും വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെതിരെ പോരാടാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. പുത്തനങ്ങാടി സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടുത്തെ നല്ലപാടം പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെ പോരാടുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടുത്തെ അധ്യാപകരും കുട്ടികളുമടക്കം പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ സാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഉള്ള സംശയങ്ങളും കാര്യങ്ങളും ചോദിച്ച് ഇനിയും പുതുതായിട്ട് വരുന്ന ഈ പരിപാടികൾക്ക് ലഹരിക്കെതിരെയുള്ള ഓരോരോ കാര്യങ്ങൾക്കും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇവർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് മുബീനയുണ്ട്. അതുപോലെ പെരിന്തൽമണ്ണ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ എന്നെയും കൂടി ഈ പരിപാടിക്ക് ക്ഷണിച്ചു. നല്ല ഒരു പരിപാടിയായിരുന്നു. ഏതായാലും സെൻറ്റ് ജോസഫ് സ്കൂള് ഇതുപോലുള്ള ഒരു നല്ലപാഠം പദ്ധതിയുടെ ഭാഗമായി ഇതുപോലുള്ള ലഹരിക്കെതിരെ പോരാടുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മധുരം പങ്കിട്ടാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ പുലിപ്ര, അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന തസ്നിം, നല്ലപാടം കോർഡിനേറ്റർമാരായ NK ഷേളി ടീച്ചർ, PA സലീന, നല്ലപാടം ക്ലബ്ബ് അംഗങ്ങളായ ദിയ, ജഹാന, ചിന്മയി വർമ്മ, അബിൻ, അനിൽ, മുഹമ്മദ് ഹിസാൻ എന്നിവർ പങ്കെടുത്തു.